ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് വരുന്നതാണ്. സോ വി എന്ന് പറയുന്നത് നമ്മൾ 46 എന്ന് എഴുതാൻ പാടില്ല. 46ൽ നിന്ന് UV ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഹലോ മക്കളെ, വെൽക്കം ടു എയ്ഗൺ ഫിസിക്സ് പ്രാക്ടിക്കൽ സെഷൻ. എടാ, നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. സോ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 സെറ്റ് ആയിട്ടാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അഥവാ 4 മെത്തേഡിലൂടെ നമ്മൾ ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒന്നാമതായിട്ട് നമുക്ക് ഈ കോൺവെക്സ് ലെൻസ് വേണം. അതേപോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലെൻസ് ഹോൾഡർ നമ്മുടെ കയ്യിൽ വേണം. ദെൻ അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 സെന്റിമീറ്ററിന്റെ അഥവാ 1 മീറ്ററിന്റെ മീറ്റർ സ്കെയിൽ നമുക്ക് വേണം. ദെൻ നമ്മൾക്ക് ഇമേജ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രീൻ നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ലൈറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് സോഴ്സ് അഥവാ ലൈറ്റ് ഗേജ് എന്ന് പറയുന്ന ആളെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് വരുന്നതാണ്. സോ ആ ചാപ്റ്റർ നമ്മൾ എല്ലാവരും ഡീറ്റെയിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ മക്കളെ, ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ 4 സെറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് ആണ്. ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഒബ്ജക്ട് വെക്കുന്നതെങ്കിൽ ലൈറ്റ് റേസ് മുഴുവനും പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. സോ പാരലൽ ആയിട്ട് വരുന്ന ഈ ലൈറ്റ് റേസിനെ നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്തിലൂടെ കടത്തിവിടും? കോൺവെക്സ് ലെൻസ് ഫോക്കസ് പോയിന്റിലേക്ക് കടത്തിവിടും. സോ ഫോക്കസ് പോയിന്റിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുന്നത്? ഇമേജ് ഉണ്ടാവുന്നത്. സോ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് പോയിന്റിൽ ഇമേജ് ഉണ്ടാവും. സോ ഈ ഒരു ലെങ്തിനെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ലെൻസും അതുപോലെ ഇമേജ് ഉണ്ടായിട്ടുള്ള ഈ സ്ക്രീനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കാം. ബിക്കോസ് ഫോക്കൽ ലെങ്തിലാണ് എന്തുണ്ടായിട്ടുള്ളത്? ഫോക്കസ് പോയിന്റിലാണ് ഇവിടെ ഇമേജ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഇൻഫിനിറ്റി എന്നുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നമ്മുടെ ഫോക്കസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു സ്കെയിലിന്റെ ഈ ഒരു 0 പോയിന്റിൽ നമ്മുടെ സ്ക്രീൻ നമ്മൾ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ലെൻസ് അടങ്ങുന്ന ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു. സോ ഒരുപാട് ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് ഇത് ബ്ലർ ആവുന്നുണ്ട്, നല്ല രീതിയിൽ അടുത്തേക്ക് പോകുന്ന സമയത്തും ബ്ലർ ആവുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു പോയിന്റിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഇമേജ് കിട്ടുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു ലെൻസിനെ സ്റ്റാറ്റിക് ആയിട്ട് വെച്ച് കൊടുത്ത് ഈ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയത് 10 സെന്റിമീറ്റർ ആണ്. സോ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ UV മെത്തേഡ് ആണ്. UV മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, V എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. സോ UV മെത്തേഡിൽ നമുക്ക് വേണ്ടത് ഈ ഒരു ലൈറ്റ് സോഴ്സും അതുപോലെ തന്നെ ലെൻസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ U ആയിട്ട് എടുക്കും. ദെൻ അതിനുശേഷം ഈ ഒരു സ്ക്രീനും അതുപോലെ ലെൻസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ V ആയിട്ട് എടുക്കും. സോ നമ്മുടെ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് പ്രകാരം നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ UV മെത്തേഡ് നമുക്ക് പോവാം. UV മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ കണക്കാക്കുക? ഇത് നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 10 എന്ന് പറയുന്ന ഈ വാല്യൂനെ, 10 സെന്റിമീറ്റർ എന്ന് പറയുന്ന വാല്യൂനെ നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1.5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1.5 into 10 എന്ന് പറയുന്നത് 15 എന്ന് നമുക്ക് കിട്ടും. സോ രണ്ടാമതായിട്ട് നമ്മൾ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2.5 into 10 എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ നമ്മുടെ U എന്ന് പറയുന്ന വാല്യൂ 15ന്റെയും 25ന്റെയും ഇടയിലായിരിക്കണം ഇനി എടുക്കേണ്ടത്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1.5 into 15, അതായത് 1.5 into 10 നമുക്കറിയാം 15 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനീഷ്യലി നമ്മുടെ വാല്യൂ 15 എന്ന് നമ്മൾ കൊടുക്കാം. സോ 15 ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ് ആണ്. നമ്മൾക്ക് മാറിപ്പോവാറുണ്ട്, പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. എന്തെന്ന്? ഇതിനുള്ളിലുള്ള ഈ ഒരു ലൈറ്റ് ആണ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കുട്ടികൾക്കുണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നെറ്റ് ആണ്. ഈ നെറ്റിൽ നിന്ന് നമ്മുടെ ലെൻസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെൻസിൽ നിന്ന് നമ്മുടെ സ്ക്രീനിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയാം. സോ നമ്മുടെ U എന്ന് പറയുന്നത് ഈ ഒരു 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ 15 സെന്റിമീറ്ററിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ U ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾക്ക് V എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് 15 സെന്റിമീറ്ററിൽ വെച്ചല്ലോ. ഇനി നമുക്ക് കാണേണ്ടത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണ്. സോ നമുക്കറിയാം സ്ക്രീൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഇമേജ് ക്ലിയർ ആയി വരുന്നുണ്ട്. ബട്ട് ലെൻസിന്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് വീണ്ടും എന്താവുന്നു? ബ്ലർ ആവുന്നു. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ ഒരു ഏരിയയിൽ ഇമേജ് എന്താവുന്നുണ്ട്? ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ
മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ വി എന്ന് പറയുന്നത് ഈ 15 മുതൽ നമ്മളുടെ 46 വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ വി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ വി എന്ന് പറയുന്നത് നമ്മൾ 46 എന്ന് എഴുതാൻ പാടില്ല. 46ൽ നിന്ന് നമ്മൾ 15 മൈനസ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? 46 മൈനസ് 15 എന്ന് പറയുന്നത് 31 എന്ന് നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ യു നമുക്ക് കിട്ടിയത് 15ഉം അതുപോലെ തന്നെ വി നമുക്ക് കിട്ടിയത് 31ഉം ആണ്. സോ നമ്മൾ നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. F is equal to uv by u plus v എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 15 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ 46ലാണ് നിൽക്കുന്നത്. സോ 46 മൈനസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 31 ആണ്. സോ 31 എന്ന് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to uv by u plus v. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 15 into 31 divided by 15 plus 31. നമ്മുടെ വാല്യൂ 10.1 എന്ന് നമുക്ക് കിട്ടും. 10.1 എന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ റീഡിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ 15നെ നമ്മൾ എന്താക്കി മാറ്റുന്നു? 16 ആക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. സോ 16 ആയി നമ്മൾ മാറ്റി 1 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ ഇൻക്രീസ് ചെയ്തു. നമ്മളുടെ രണ്ടാമത്തെ റീഡിംഗിന് വേണ്ടിയിട്ട് നമ്മൾ യു എന്ന് പറയുന്നത് 16 സെന്റിമീറ്ററിലേക്ക്, അതെ നേരത്തെ നമ്മൾ എടുത്തത് 15 ആയിരുന്നു, 1 സെന്റിമീറ്റർ നമ്മൾ ഇൻക്രീസ് ചെയ്തു 16 സെന്റിമീറ്ററിലേക്ക് ആക്കി. സോ 16 സെന്റിമീറ്റർ വെച്ച സമയത്ത് നമുക്ക് ക്ലിയർ ഇമേജ് എവിടെയാണ് കിട്ടുന്നത്? 16 വെച്ച സമയത്ത് നമുക്ക് ക്ലിയർ ഇമേജ് 45ലാണ് കിട്ടുന്നത്. സോ നമ്മുടെ വി എന്ന് പറയുന്നത് 45 മൈനസ് 15 ആണ്. നമ്മൾ 16 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 45 മൈനസ് 16 ആണ്. സോ നമുക്ക് 29 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. സോ ഈ ഒരു വാല്യൂ നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 16 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 29 ആണ് നമ്മൾക്ക് അവിടെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. സോ 29 നമ്മൾ കൊടുക്കുന്നു. ദെൻ നമ്മൾ നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് എന്ത് കിട്ടും? 10.3 എന്ന് നമ്മൾക്ക് വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2 റീഡിംഗും കൂടെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്കിപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് 2 റീഡിംഗും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. 10.1, 10.3, 10.5, 10.8 എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ 4 റീഡിംഗ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളിവിടെ ഈ ഒരു ഫോക്കൽ ലെങ്ത് ആയിട്ട് എഴുതാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു 4 റീഡിംഗും നമ്മൾ ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.4 എന്ന് നമ്മൾക്ക് വാല്യൂ കിട്ടും. സോ 10.4 എന്ന് നമ്മൾക്ക് വാല്യൂ കിട്ടി. ഇത് നമുക്ക് സെന്റിമീറ്ററിലാണല്ലോ വാല്യൂ ഉള്ളത്. സോ നമ്മൾ എഴുതാണ് 10.4 സെന്റിമീറ്റർ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. 10.4 into 10 raised to minus 2 meter. സോ നമ്മൾക്ക് എന്ത് കിട്ടി? ഫോക്കൽ ലെങ്ത് നമ്മൾക്ക് കിട്ടി. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് പ്രകാരം നമ്മൾക്ക് 10 സെന്റിമീറ്ററും അതുപോലെ തന്നെ യു വി മെത്തേഡ് പ്രകാരം നമ്മൾക്ക് 10.4 എന്ന് പറയുന്ന വാല്യൂ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മളുടെ ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ യു വി ഗ്രാഫ് ആണ് നമ്മൾ അടുത്തതായിട്ട് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. യു വി ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. സോ യു വി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം നമ്മൾ ഇവിടെ ഒരു എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്. ഈ എക്സ് ആക്സിസിലാണ് ഞാൻ യു വാല്യൂ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൈ ആക്സിസിലാണ് ഞാൻ എന്ത് എടുത്തിട്ടുള്ളത്? നമ്മുടെ വി വാല്യൂ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എക്സ് ആക്സിസിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ടാണ് എടുത്തത്? 5 സെന്റിമീറ്റർ ആയിട്ടാണ്. എക്സ് ആക്സിസിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിട്ടും വൈ ആക്സിസിലും അതേ സ്കെയിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. എക്സ് ആക്സിസിൽ 5 ആണ് നമ്മൾ 1 സെന്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തതെങ്കിൽ വൈ ആക്സിസിലും 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കണം. ഈ സ്കെയിലുകൾ മാറിപ്പോവാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ഇവിടെ യു എന്ന് പറയുന്ന വാല്യൂ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വി എന്ന് പറയുന്ന വാല്യൂം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ കൃത്യമായിട്ട് ഒരു ഷേപ്പ് നമ്മൾക്ക് ഇങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പിൽ നിന്ന് കറക്റ്റ് എക്സാക്ട് 45 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കുക? ഇവിടെ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു എക്സ് ആക്സിസിന് കറക്റ്റ് 45ൽ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ മാർക്കിംഗ് കൊടുക്കാം. സോ നമ്മൾ മാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ 45 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. 45 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? താഴേക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. താഴേക്ക് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 പോയിന്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒ എ എന്ന് പറയുന്ന പോയിന്റും അതുപോലെ തന്നെ ഒ ബി എന്ന് പറയുന്ന പോയിന്റും. ഈ 2 പോയിന്റുകൾ നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമ്മൾ എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? ഒ എ
പ്ലസ് ഒ ബി ഡിവൈഡഡ് ബൈ 4. അതായത് ഒ എ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസും അതേപോലെ ഒ ബി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസും നമ്മൾ ആഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിൽ കിട്ടും. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെയാണ്? 10⁻²നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ യു വി ഗ്രാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 1/v 1/u ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. അപ്പൊ നമ്മളുടെ 1/v 1/u ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഡാറ്റ ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഇവിടെ u എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ഡിവൈഡഡ് ബൈ u നമുക്ക് എന്ത് കിട്ടും? 0.06 എന്ന് കിട്ടും. അതേപോലെ തന്നെ 1 ഡിവൈഡഡ് ബൈ v അതായത് 1 ഡിവൈഡഡ് ബൈ 31 നമുക്ക് എന്ത് കിട്ടുന്നു? 0.032. സോ നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂന്റെ എല്ലാം 1/u 1/v നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഉപയോഗിച്ചിട്ട് ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നമ്മളുടെ 1/v 1/u ഗ്രാഫ് എന്ന് പറയുന്ന ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 1/u 1/v ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ y ആക്സിസിൽ നമ്മൾ 1/v യും അതുപോലെ തന്നെ x ആക്സിസിൽ നമ്മൾ 1/u ആണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ ഗ്രാഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ x ആക്സിസിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 0.010 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ y ആക്സിസിൽ നമ്മൾ എന്തെടുക്കണം? സെയിം സ്കെയിൽ തന്നെ എടുക്കണം. 0.01 സെന്റിമീറ്റർ ഇൻവേഴ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾക്കറിയാം O എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ഈ ഒരു ദൂരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നമ്മളൊരു സ്ലോപ്പ് വരച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മുടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് Q എന്ന് പറയുന്ന ഒരു പോയിന്റും അതുപോലെ ഇവിടെ നമുക്ക് R എന്ന് പറയുന്ന പോയിന്റും കിട്ടൂലേ? OQ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസും OR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഡിവൈഡഡ് ബൈ OQ പ്ലസ് OR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. അത് സെന്റിമീറ്ററിലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 മെത്തേഡിലൂടെ നമ്മൾ കാണുന്ന സമയത്തും നമുക്ക് എന്ത് കിട്ടും? 10 സെന്റിമീറ്റർ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമ്മൾ 15 ആണ് എടുക്കുന്നതെങ്കിൽ 15 എന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ലെൻസിന്റെ വാല്യൂ നമുക്ക് എല്ലാ സ്കൂളുകളിലും കോമൺ ആയിട്ടൊരു വാല്യൂ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് 15 ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് 18 ആയിരിക്കും വാല്യൂ വരുന്നത്. ഡിപ്പെൻസ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ലെൻസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ലെൻസ് ആയതുകൊണ്ട് 10 സെന്റിമീറ്റർ ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മളുടെ കോൺവെക്സ് ലെൻസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുള്ളത് 4 മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മെത്തേഡിലൂടെ 2 ഗ്രാഫിക്കൽ മെത്തേഡും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡിലും കൂടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? നമ്മുടെ ഫോക്കൽ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ആവറേജിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? 10 സെന്റിമീറ്റർ ആണ് ഈ ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എക്സ്പെരിമെന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മുഴുവനും എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക.